ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ ഇന്ന് വീണ്ടും ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. രാവിലെ നീച്ച് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇനി അടുത്ത ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോഫിയും പുതിയാപ്പിളയൊക്കെ എത്തിയിട്ടുണ്ട്. അവർ മിയാസിൻ്റെ ഓപ്പറേഷനാണ് നാളെ. ഓക്കെ, അപ്പോൾ അവരെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് എത്തിയിട്ട് ഞാനെന്ന് ഉറങ്ങിപ്പോയി, ഭയങ്കരമായിട്ട് ഉറക്കത്തിൽപ്പെട്ടു പോയി. എന്നാലും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോ കൂട്ടാം. ഏയ് സന, എപ്പോൾ വന്നിരിച്ചേ? കൊഞ്ചം നേരം ആയിരിച്ചാ? കുറേ നേരമായി വന്നിട്ട്? എപ്പോ ട്രെയിൻ ഇറങ്ങി? ഞാൻ അവിടെ റോഡ് പണിയാണ്. കൊണ്ടുപോയി ഹാപ്പി ബർത്ത്ഡേ. ഇത് മിയാസിന്റെ ബർത്ത്ഡേ, അതാ പറയുന്നു. ബർത്ത്ഡേ ഇതാവും ബർത്ത്ഡേ ഡ്രസ്സാ. അങ്ങനെതാ രാവിലെ വന്ന്. നിങ്ങൾ വരുമ്പോ നിങ്ങക്ക് സാമാന്യ മര്യാദ അല്ല. ഉമ്മാനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇന്നെ വിളിക്കണോ? ഇന്നെ വിളിച്ചിട്ട് പറയണോ ഞാൻ വരുന്നുണ്ട്. ഞാൻ ഉറങ്ങും. ഞാൻ അങ്ങനെ എന്തിനാ എത്ര മണിക്ക് എത്തുന്നു? അപ്പൊ ഇന്നെ വിളിക്കണ്ടേ? അപ്പൊ രാത്രി ഞങ്ങള് 10 മണിക്ക് ഇറങ്ങുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ എത്തൂലേ ഗായ്സ്. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയും കൊണ്ട് നിക്കണത് എപ്പോഴാ? എത്ര നാളത്തെ മണിക്ക് ഓപ്പറേഷൻ? എന്തേ? എനിക്ക് പ്രൊമോഷൻ ഉണ്ട്. ഞാൻ രാവിലെ അവിടെ ഇറക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ട്. എനിക്ക് മഞ്ചേരി ഇവിടെയാണ്. ഞാൻ രാവിലെ നേരത്തെ പോകും. എന്റെ കൂടെ പോകുന്ന നിങ്ങളും പോണില്ലേ? ഞാന് പോയ ഇവിടെ ചക്കര ഒറ്റക്ക് പോകും. അല്ല, ഞാൻ പോരാ. ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബസ്സിൽ തന്നെ വരാം. പിന്നെ നിങ്ങൾ രാത്രി നിങ്ങൾ വരില്ല. അപ്പം ഇത് രാത്രി വരുമ്പോ പോലെ കൊടുത്തിട്ട് പറഞ്ഞാല് ചെയ്താണ്. എപ്പോഴാ കഴിയാന്നൊന്നും അറിയാം. എന്റെ എപ്പോഴാ കഴിഞ്ഞ് വരാന്ന് എനിക്കറിയില്ല. അല്ലാന്ന് നിങ്ങൾ വിളിച്ചാൽ ഞാൻ വേറെ വണ്ടി വിടാം. ആരും വിളിച്ചാൽ ഉഷാക്കെ തായറൊക്കെ വണ്ടി കൊണ്ട് വരും കേട്ടോ. ഒരു ദിവസം അത് ചിലപ്പോ ഉച്ചയാകുമ്പോഴും കഴിയും. ഒരു 2 മണിക്കൂർ ഒബ്സർവേഷൻ കിടക്കേണ്ടി വരും. അതന്നെ, 2 മണിക്കൂർ അവിടെ കടത്തി. അതിനാണ് ആ വാർഡ് എടുക്കുന്നത്. 2 മണിക്കൂർ എടുത്ത് ഇതാക്കും. നിങ്ങൾ ഇത്ര നേരം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചൂടാറില്ലേ? ആ ഒന്നായിട്ടുള്ളൂ. ആർക്ക്? കടലതാ. മയാസിന്റെ ബർത്ത്ഡേ എത്രാമത്തെ? 8ാമത്തെ ബർത്ത്ഡേ. എത്ര ഗൈസ്? ഞാൻ ഇപ്പൊ കിഡോപ്പി പോവാണ്. കിഡോപ്പി പോയിട്ട് ഏതാ സൈസ്? എത്രയാണ് ഓന്റെ ഇപ്പത്തെ വേഷം കണ്ടോളിട്ടതാണ്. ഇനി നമ്മള് കിഡോപ്പിന്ന് പറഞ്ഞ ഡ്രസ് എടുത്തിട്ട് ഓനെ മാറ്റും. നമ്മള് ബർത്ത്ഡേ ആയിട്ട് ഒന്നും തല്ലാൻ പറ്റൂലെന്നോ. നിങ്ങൾക്ക് ബർത്ത്ഡേ എന്നുള്ള ഓർമ്മല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇവിടെ ദോശ വേവുന്നുണ്ട്. ചക്കര ക്ഷീണോ? ഈ സൂര്യ പോയ പോരെ? നാളെ രാവിലെ പോയി ടെസ്റ്റ് ചെയ്യണം. നിങ്ങളവിടെ എത്ര മണിക്കാ പോകുന്നത്? 4:45. 4:45. ഇവിടെ 10 മണിക്ക് എത്തിയില്ലേ? ഇവിടെ വിളിച്ചപ്പോ ഞാൻ കോയമ്പത്തൂരാണ്. ഉറങ്ങി. ഞാനൊന്നും ഈ വരുന്നതിന് അറിയിട്ടില്ല. എത്ര മണിക്ക് വരുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഉച്ചക്കാവുന്ന വിചാരിച്ചേ. പിന്നെ 5:30 ട്രെയിൻ പോകുന്നത്. 10 അതറിയില്ല. എന്നാ 10 ട്രെയിൻ പോകുന്ന
അങ്ങനെ നമ്മൾ ഇനി മിയാസിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കിഡോപ്പിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ആരും ഇല്ലല്ലോ കിഡോപ്പിയിലേക്ക്? ഓൽക്കൊക്കെ ഓരോരോ തിരക്കുകളുണ്ട്. അതായത് ഇവൾക്ക് ഇനി വരാൻ കഴിയൂല. ഉമ്മാക്ക് എന്താ വെച്ചാൽ ഇനി ഓളെ പരിരക്ഷിക്കണം. ഓൾക്ക് എന്താ വെച്ചാൽ ഓളെ കുട്ടിയുടെ നാളെ ഓപ്പറേഷനാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ എന്താണ് വേറൊരു ദിവസം കിഡോപ്പിയിലേക്ക് പോവാം ഇൻഷാല്ല. അപ്പൊ എന്തായാലും ഞാൻ പോവാണ്. അവിടെ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കിഡോപ്പിയില് ഇപ്രാവശ്യത്തെ സ്റ്റോക്കും കാണിച്ചാലും കൂട്ടത്തിൽ നമുക്ക് മിയാസിനുള്ള ഡ്രസ്സും എടുത്ത് വരാം. സൈസ് ഈ പറഞ്ഞാലല്ലേ 32 അല്ലേ? അപ്പൊ മിയാസിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 8 വയസ്സാണ്. ഒരുപാട് പേര് ഡൗട്ടായിരുന്നു ന്യൂഫിലൊക്കെ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു എന്നൊക്കെ ഉള്ളൂന്ന് ചോദിച്ച് 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കിഡോപ്പിയിൽ ഡ്രസ്സ് ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ കിഡോപ്പിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വരാം. വാങ്ങ് കേക്കൊക്കെ മുറിക്കല് ഞാൻ എത്താൻ വൈകോ. എന്റെ ഗിഫ്റ്റ് ചിലപ്പോ രാത്രിയാവും കിട്ടുക. ഞാനില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ചോളി. ഞാൻ നിങ്ങൾക്ക് വണ്ടൂരൊക്കെ ചിലപ്പോ പോകും. ഞാൻ ചിലപ്പോ എന്താ നല്ലോണം വൈകിയാല് ഗിഫ്റ്റ് രാവിലെ രാത്രിയിൽ കിട്ടും. നിങ്ങൾ മുറിക്കേണ്ടത് മുറിച്ചോളി കേട്ടോ. ഇനി ബൈക്കിന്റെ താക്കോലോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇറങ്ങുകയാണ്. കുറെ 2 ദിവസത്തെ തിരക്കുകൾ എനിക്ക് ചെയ്ത് തീർക്കാണ്ട്. നമ്മൾ 2 ദിവസമായിട്ട് കൊല്ലത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നാട്ടിൽ ചെയ്ത് തീർക്കാം കേട്ടോ. കിഡോപ്പിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങിയ ബിസിനസ്സിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇറക്കിയ സ്റ്റോക്കുകളെല്ലാം കംപ്ലീറ്റ്ലി ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് സ്റ്റോക്ക് ഓൺ ദ വേ ആണ്. ഇപ്പോഴും സ്റ്റോക്ക് കഴിഞ്ഞിട്ടില്ല, ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം നമുക്ക് തുറന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണെന്നുള്ളത്. അപ്പോൾ നോക്കിയെങ്കിൽ കണ്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് ചൈനയിൽ നിന്ന് വന്നുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഒരുപാട് സ്റ്റോക്ക് വരുന്നില്ല. നമുക്ക് അതിൽ ന്യൂ ബോൺ വരുന്നുണ്ടോ? അതായത് നമുക്ക് ഇല്ലാത്ത സംഭവമായിരുന്നു, ന്യൂ ബോൺ ഉണ്ടായിരുന്നില്ല. അപ്പം ഇനിയുള്ള സ്റ്റോക്കിൽ നമുക്ക് ന്യൂ ബോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 10 വരെ അല്ലേ? 10 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഇത് വേണ്ട. ഓൾറെഡി ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിലൊക്കെ കാണിച്ചു തന്നായിരുന്നു. ഓക്കെ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ മിയാസിനുള്ള ഒരു ഡ്രസ്സാണ് നമുക്ക് നോക്കേണ്ടത്. വൈറ്റിലാണെങ്കിൽ നോക്കി നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഓര് വൈറ്റ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓര് അത് നാശാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനാണെങ്കിൽ ഒതുങ്ങിയിരിക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഓൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതും ഒരു ലൈറ്റ് കളർ ജീനുമാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. നോക്കിക്കാണി നല്ല ബ്ലാക്കിൽ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല 5 സ്ലീവിൻ്റെ ഷർട്ട്സ് വരുന്നുണ്ട്, അതിൻ്റെ തന്നെ പ്രിൻ്റഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് ഷർട്ട് വരുന്നുണ്ട്, ഇങ്ങനത്തെ കളറിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ വലിയ ആളുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കളേഴ്സിലും സാധനം അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇത് കുറേ ടൈപ്പ് ആണോ അതും ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റാണ് ഇവന് നോക്കിയത്. അല്ലാതുണ്ടെങ്കിൽ ഇതും ഒരു ജീനാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആവും. പിന്നെ അതിൻ്റെ തന്നെ പിസ്ത വരുന്നുണ്ട് കണ്ടോ. അതായത് നമ്മുടെ മക്കൾക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മക്കളെ അടിപൊളിയാവും. ഓക്കെ ഇനി വേണമെങ്കിൽ പ്രിൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റിലും നമുക്ക് കൊടുക്കാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഉണ്ട്. ഇത് കണ്ടോ ട്രൗസറിൽ, പാൻസിൽ. എന്താ പേര്? ഡ്രസ് എടുക്കാൻ വന്നിക്ക? ഇഷ്ടമായോ? എൻ്റെ പേരോ? എൻ്റെ പേരോ? ഇമറാസി. നിങ്ങളൊക്കെ എത്രയല്ല പഠിക്കുന്നേ? 6 ഓക്കെ ഓക്കെ. പിന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലൊരു കുട്ടി ഇണ്ടുവാ. ചേട്ടപ്പൻ്റെ സൈസിലേക്കുള്ള, പക്ഷെ കുട്ടി കുറച്ച് വണ്ണുണ്ട്. ആ സൈസിലേക്ക് സെറ്റാക്ക്. ട്രെൻഡ് ആയിക്കോട്ടെ. കാരണം ഓല് തമിഴ്നാട്ടുകാരാ. അത്ര വലിപ്പം ഇരുന്നോട്ടെ. ഞാൻ യെസ് കണ്ടോ സെറ്റ്. അത് മതി, ഞാൻ എനിക്കൊന്നും മാറ്റണ്ട. അതിനാണ്ടോ എടുത്തോ. ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിയാസ് ടീഷർട്ട് മാത്രം ഇടുന്നു കണ്ടു കേട്ടോ. അപ്പോൾ ആ 2 സാധനം അതിലേക്ക് നല്ല ചേർച്ചുണ്ട്. അതിൻ്റെ പാൻസുകൾ ഇരിക്കുന്നുണ്ട്. ലേഡീസിന് പറ്റിയ പാൻസ് നോക്കിയേക്ക് എല്ലാ സംഭവവും സെറ്റാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുമ്പോൾ കുറേ തിരക്ക് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാതെ തന്നെ
പറ്റുന്നില്ല, അത്രയും തിരക്കാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഗൈസ് നമ്മൾ കിഡോപ്പിന്ന് നിങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞാൻ മറ്റോടത്തേക്ക് പോയത്. ട്രൗസർ അവിടെ. ഓക്കെ ഗൈസ്, അങ്ങനെ കിഡോപ്പിയിലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് പെരുന്നാൾ ബർത്ത്ഡേ അല്ലേ, ഓക്കെ ബർത്ത്ഡേ ഡ്രസ്സാണ് അത്. ചിലപ്പോൾ അത് ഓന് പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനത്തെ മോഡലാണ്. അതൊന്ന് ഇട്ടിട്ട് പോവാൻ നോക്കട്ടെ. ആ ഇട്ടിട്ട് പോവാ. എൻ്റെ ഗിഫ്റ്റാ ഇതൊക്കെ ഓന് കിട്ടിയ ഗിഫ്റ്റാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡോപ്പിയിലെ ഡ്രസ്സ്. ഇതായിട്ട് പോണു. എവിടെ ഇങ്ങോട്ട് വാ. പാൻറ് എങ്ങനെയുണ്ട് മിയാസേ? ഏത് എൻ്റെ ഗിഫ്റ്റ് ഇതാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ കുപ്പായം കുറച്ചും കൂടി ലൂസ് വേണോ? അതിനിപ്പോൾ അപ്പോൾ പിന്നെ 9 വയസ്സിൻ്റെ എടുക്കണം, 10 വയസ്സിൻ്റെ എടുക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര ലൂസാവും ചെയ്യും. ഇന്നത് എന്താ കിലോപ്പിലും കിടക്കാൻ മാറ്റേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇർട്ടാവുകൊണ്ട് നേരെ അറിയാനിട്ടാണ്. എന്തായാലും മോഡല് പാൻറ് ഓനിത് കൊടുത്തപ്പോൾ പറയാം പെണ്ണുങ്ങളുടെ പാവാടയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. ഇങ്ങനെ കണ്ടോ, സ്ട്രെച്ച് കാര്യങ്ങൾ, ചെറിയൊരു ലൂസ് കണ്ടോ, ഇങ്ങനത്തെ പാൻറ്റാണ്. ക്ലോത്ത് എങ്ങനെയുണ്ട്? ക്ലോത്ത് അടിപൊളിയല്ലേ? അത് സാധാ അല്ല, ഇമ്പോർട്ടഡ് ആണ്. കൂടാന്ന് പറഞ്ഞ്. പിന്നെ ആൾക്കുള്ളതുകൊണ്ട് വലിപ്പം തോന്നിക്കുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് നമ്മളെ ബർത്ത്ഡേ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ള വിഷയെല്ലാം കോളേജിലുണ്ട്, കേക്ക് മുറിച്ചതൊക്കെ. ഇതാണ് നമ്മുടെ സമ്മാനം കേട്ടോ. എനിക്ക് വേറെ പരിപാടിയാണ്, ഞാൻ പോവാ. ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്. സാധനങ്ങൾ വാങ്ങണ്ട മറ്റന്നേ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം.